Hi all, welcome to Once Coaching. Today we are going to discuss an important topic in Constitution, that is schedules of Indian Constitution. അപ്പോൾ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഫുൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് അത് അത്രയും ഒത്തിരി പേജസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിന് എന്ത് വേണം? കുറച്ച് ഷെഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ മാത്രമേ അതിന്റെ വർക്കിംഗ് ഒക്കെ പ്രോപ്പർ ആയിട്ട് നടക്കുകയുള്ളൂ. അപ്പം ഏതൊക്കെയാണ് ഷെഡ്യൂൾസ്, എത്ര ടൈപ്പ് ഷെഡ്യൂൾസ് ഉണ്ട് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. So schedules of Indian Constitution are used to simplify the provisions of the Act and making them easier to understand by segregating the legal aspect from the additional information. അതായത് ഒരുപാട് അഡീഷണൽ ഇൻഫോർമേഷൻസ്, പിന്നെ ഒരുപാട് റൂൾസ്, പിന്നെ കുറച്ച് ഡ്യൂട്ടീസ്, പ്രിൻസിപ്പിൾസ്, ഇതെല്ലാം അടങ്ങിയതാണ് എന്ത് നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സിംപ്ലിഫൈ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ്, പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് നമുക്ക് എന്ത് ഷെഡ്യൂൾസ് എന്ന് പറയുന്നത്. അതായത് ഷെഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് സിംപ്ലിഫൈ ദ പ്രൊവിഷൻ ഓഫ് ആക്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ സിംപ്ലിഫൈ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, ഏത് പാർട്ടിലാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉള്ളത്, ഏത് പാർട്ടിലാണ് പ്രിൻസിപ്പിൾസ് ഉള്ളത്, ഏത് പാർട്ടിലാണ് അതിന്റെ അമെൻമെന്റ്സ് ഉള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഷെഡ്യൂൾസ് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷനെ ഡിവൈഡ് ചെയ്തേക്കുന്നത്. The concept of Indian Constitution schedule list was added because our constitution is longest. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു നമ്മുടെ ഏറ്റവും ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ലോങ്സ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ത് നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെ ഷെഡ്യൂൾ ലിസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ടും പെട്ടെന്ന് തന്നെ ക്ലിയർ കട്ട് ആയിട്ട് ഏത് ഷെഡ്യൂളിലാണ് ഇന്ന പാർട്ട് കിടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം ഒരു യൂണിയൻ ലിസ്റ്റ് ഏത് പാർട്ടിലാണ്, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഏത് ഷെഡ്യൂളിലാണ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഷെഡ്യൂൾ മാത്രം ഫോക്കസ് ചെയ്ത് നമുക്ക് പറഞ്ഞാൽ മതി. ഇനി ഫീച്ചേഴ്സ് ഓഫ് ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ ഷെഡ്യൂൾസിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? All the schedules are mentioned in chronological order of the provision. ക്രോണോളജിക്കൽ ഓർഡറിലാണ് ഈ നമ്മളുടെ ഷെഡ്യൂൾസ് പറയുന്നത്. Because of the schedules, it is possible to integrate the additional information into articles main list. നമുക്ക് ഈ ഷെഡ്യൂൾസിൽ വേണമെങ്കിൽ അഡീഷണൽ ഇൻഫോർമേഷൻസ് ഒക്കെ ഈ മെയിൻ ആയിട്ടുള്ള ആർട്ടിക്കിളിൽ നമ്മളിപ്പോ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന് ഒരു ആർട്ടിക്കിൾ, ഫണ്ടമെന്റൽ റൈറ്റ്സിന് ഒരു ആർട്ടിക്കിൾ, അപ്പൊ ആ ആർട്ടിക്കിളിനകത്ത് ജസ്റ്റ് ഫണ്ടമെന്റൽ റൈറ്റ് എന്താണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ അഡീഷണൽ ആയിട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സിന് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും പോയിന്റ്സ് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഈ ഷെഡ്യൂൾസിനകത്ത് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. For example, the salary of judges of Supreme Court is defined in the second schedule and Article 125. ശരിക്കും ഈ സാലറി ആർട്ടിക്കിൾ 125 എന്ന് പറയുന്ന ആർട്ടിക്കിളിലാണ് എന്ത് ജഡ്ജസിന്റെ സാലറി ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാം? അതിന്റെ സാലറി നമ്മൾ എവിടെയും ഡിസ്കസ് ചെയ്യുന്നുണ്ട്, സെക്കൻഡ് ഷെഡ്യൂളിലും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സാലറിയുടെ ജസ്റ്റ് സാലറി എന്ന് മാത്രമേ ആർട്ടിക്കിൾ 125 പറയുന്നുണ്ടെങ്കിൽ അതിന്റെ സാലറിയിൽ തന്നെ കുറെ സബ് ഡിവിഷൻസ് ഉണ്ട്. അപ്പൊ അതെല്ലാം കാര്യങ്ങൾ നമ്മൾ എവിടെയാണ് പറയുന്നത്? ഈ സെക്കൻഡ് ഷെഡ്യൂളിലാണ് പറയുന്നത്. Schedules can be represented using various methods like graph, flow chart, number to present the information that would ensure the information being conveyed it is clear as possible. ഏറ്റവും മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ഇതാണ്, ക്ലിയർ ആസ് പോസിബിൾ. ഏറ്റവും നല്ല ക്ലിയർ കട്ട് ആയിട്ട് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷനെ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് എന്തിന്റെ ഒരു ഉദ്ദേശം, ഒരു എയിം എന്ന് പറയുന്നത്, നമ്മളുടെ ഷെഡ്യൂൾസിന്റെ എയിം. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്താണ്? ക്രോണോളജിക്കൽ ഓർഡറിലാണ്. പിന്നെ അഡീഷണൽ ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് ആർട്ടിക്കിൾസിൽ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ക്ലിയർ കട്ട് ആയിട്ട് നമുക്ക് ഇതിനെ ഇൻഫർമേഷൻസ് പ്രസന്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ക്ലിയർ കട്ട് ആയിട്ട് ഇൻഫർമേഷൻസ് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫീച്ചേഴ്സ് ഓഫ് ഷെഡ്യൂൾസ് എന്ന് പറയുന്നത്. ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഷെഡ്യൂൾ ലിസ്റ്റ്. there are total of 12 ഷെഡ്യൂൾസ്. ഏറ്റവും ടോട്ടൽ ആയിട്ട് എത്ര ഷെഡ്യൂൾസ് ഉണ്ട്? 12 ഷെഡ്യൂൾസ് ആണ് ഇപ്പൊ നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉള്ളത്. ഇനി ഒറിജിനലി there were 8 ഷെഡ്യൂൾസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ആദ്യം എത്ര ഷെഡ്യൂളേ ഉണ്ടായിരുന്നുള്ളൂ? 8 ഷെഡ്യൂൾസേ ആദ്യം കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മളിപ്പോൾ അത് 12 ഷെഡ്യൂൾസ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. 4 ഷെഡ്യൂളും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ടോട്ടൽ എത്ര ഷെഡ്യൂൾ ഉണ്ട്? 12 ഷെഡ്യൂൾ ഉണ്ട്. ഈ 8 ഷെഡ്യൂളും ചോദിക്കാറുണ്ട്. ഒറിജിനലി എത്ര ഷെഡ്യൂളേ ഉണ്ടായിരുന്നുള്ളൂ? 8 ഷെഡ്യൂൾസേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഫസ്റ്റ് ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ് ഫസ്റ്റ് ഷെഡ്യൂളിൽ പറയുന്നത്? The Schedule 1 of Indian Constitution deals with Article 1. Article 1 കുറിച്ചാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത്. which says that India shall be a union of states and territories of India. ഇന്ത്യ എന്ന് പറയുന്നത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് ടെറിട്ടറീസ് ഓഫ് ഇന്ത്യ. അതായത് ഇന്ത്യയില് കുറെ സ്റ്റേറ്റ്സും അതുപോലെ തന്നെ കുറച്ച് യൂണിയൻ ടെറിട്ടറീസും അടങ്ങുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഇന്ത്യ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഓൾറെഡി അറിയാലോ 28 സ്റ്റേറ്റ്സും പിന്നെ അതുപോലെ തന്നെ ടെറിട്ടറീസ് ഓഫ് ഇന്ത്യ കുറച്ച് 7 യൂണിയൻ ടെറിട്ടറീസും ഉണ്ട്. ഡൽഹി, മാഹി, പുതുച്ചേരി, ഇതൊക്കെ നമ്മുടെ ടെറിട്ടറീസ് ആണ്. നമുക്ക് ഓൾറെഡി അറിയാം. ലക്ഷദ്വീപ്, ഇതൊക്കെയെല്ലാം യൂണിയൻ ടെറിട്ടറീസ് ആണ്.
ഷാൽ സ്പെസിഫൈ ദ സ്റ്റേറ്റ് ആൻഡ് ടെറിട്ടറീസ് thereof in the first schedule. അപ്പൊ യൂണിയൻ ടെറിട്ടറീസും സ്റ്റേറ്റും ടെറിട്ടറീസുമാണ് എന്തിനകത്ത് പറയുന്നത്, ഫസ്റ്റ് ഷെഡ്യൂളിൽ പറയുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ എങ്ങനെയാ ചോദിക്കുന്നത്, ഇത് ഷെഡ്യൂൾ ഫസ്റ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് വാട്ട്, എന്താണ്, നമ്മളുടെ സ്റ്റേറ്റ് ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ്. ഇനി ആർട്ടിക്കിൾ 152 അതൊരു എക്സെപ്ഷണൽ കേസാണ്. unless the context otherwise requires the expression state. അപ്പോൾ സ്റ്റേറ്റിന്റെ എക്സ്പ്രഷൻ ആണ് ഈ ആർട്ടിക്കിൾ 152 പറയുന്നത്. എന്താണ് ഒരു സ്റ്റേറ്റ്, ഇനി സ്റ്റേറ്റിന് എന്തൊക്കെ പവേഴ്സ് ആണ് ഉള്ളത്, ഇതെല്ലാമാണ് എന്തിൽ പറയുന്നത്, ആർട്ടിക്കിൾ 152 ഡിസ്കസ് ചെയ്യുന്നത്. This means that Jammu and Kashmir were part of India as it was the territory of India but not as a state. ഇപ്പൊ ജമ്മു കാശ്മീർ ഒരു എക്സെപ്ഷണൽ സ്റ്റേറ്റ് ആണ്. അത് ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടില്ല. ഓർ എനി ന്യൂ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറീസ് മെയ്ഡ് ഓർ അബോളിഷ് ഷെഡ്യൂൾ 1 ഈസ് അമെൻഡഡ്. ഇനി പുതിയ സ്റ്റേറ്റ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് അബോളിഷ് ചെയ്യോ, നമുക്കിപ്പോൾ അറിയാലോ തെലങ്കാന എന്ന് പറഞ്ഞ പുതിയൊരു സ്റ്റേറ്റ് വന്നു, അതെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യോ അബോളിഷ് ചെയ്യുകയോ ചെയ്യുവാണെങ്കിൽ ഷെഡ്യൂൾ 1 എന്ത് ചെയ്യണം, അമെൻഡ് ചെയ്യണം. അമെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, കോൺസ്റ്റിറ്റ്യൂഷൻ കറക്റ്റ് ചെയ്യുക. അമെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തെറ്റ് മാറ്റി തിരുത്തലുകൾ ചെയ്യുക, അതിനെയാണ് അമെൻഡ് ചെയ്യുക എന്ന് പറയുന്നത്. The first amendment in Schedule 1 was made in 1956 by the formation of ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് ആഡ് ചെയ്തു. ആദ്യം ആന്ധ്രാപ്രദേശ് ഇല്ലായിരുന്നു. അപ്പൊ ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ആഡ് ചെയ്തത് എന്നാണ്, 1956 ആ 1956 ആന്ധ്രാപ്രദേശ് ആഡ് ചെയ്തപ്പോൾ ഈ ഷെഡ്യൂൾ 1 എന്ത് ചെയ്തു, അമെൻഡ് ചെയ്തു. അപ്പൊ ആദ്യമായിട്ട് ഷെഡ്യൂൾ 1 അമെൻഡ് ചെയ്യുന്നത് 1956. ഇനി നെക്സ്റ്റ് സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ് എന്തിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്, യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ്, സ്റ്റേറ്റുകളെ പറ്റിയും ടെറിട്ടറീസിനെ പറ്റിയാണ് ഫസ്റ്റ് ഷെഡ്യൂൾ. ഇനി സെക്കൻഡ് ഷെഡ്യൂൾ എന്താണ്, സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ് എമോൾമെന്റ്സ് അലവൻസ് ആൻഡ് പ്രിവിലേജസ്. ഓരോ പോസ്റ്റിലും ഉള്ള അലവൻസ്, അവർക്കുള്ള പ്രിവിലേജസ്, ഇതിനെ പറ്റിയാണ് എന്ത് പറയുന്നത്, നമ്മുടെ സെക്കൻഡ് ഷെഡ്യൂൾ പറയുന്നത്. ആർക്കൊക്കെയുള്ള എമോൾമെന്റ്സും അലവൻസും പ്രിവിലേജസും ആണ് പറയുന്നത്, ഈ താഴെ കൊടുത്തിട്ടുള്ള ഇവരുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഗവർണർ ഓഫ് സ്റ്റേറ്റ്, ചെയർമാൻ ഓഫ് ലോക്സഭ ആൻഡ് രാജ്യസഭ, സ്പീക്കർ ഓഫ് ലോക്സഭ ആൻഡ് രാജ്യസഭ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, അതിന് C&AG എന്നാണ് പറയുന്നത്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ഈ നമ്മുടെ ഇന്ത്യയിലുള്ള കണക്ക് വിവരങ്ങൾ, ഓഡിറ്റർ, അക്കൗണ്ടന്റ്, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആണ്. ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട്, ജഡ്ജസ് ഓഫ് ഹൈക്കോർട്ട്, ഇത്രയും പേരുടെ എമോൾമെന്റ്സ്, സാലറി, അവർക്ക് കൊടുത്തിട്ട് പ്രിവിലേജസ്, ഇതൊക്കെയാണ് നമ്മൾ എന്തിൽ പറയുന്നത്, നമ്മളുടെ സെക്കൻഡ് ഷെഡ്യൂളിൽ പറയുന്നത്. ഇപ്പൊ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണെങ്കിൽ അദ്ദേഹത്തിന് എന്തൊക്കെ അധികാരങ്ങളുണ്ട്, ഒരു ഫുൾ മിലിറ്ററി ഫോഴ്സിന്റെ അധികാരമുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ സാലറി പാക്കേജ് എന്തൊക്കെയാണ്, അവർക്ക് ബാക്കിയുള്ള എക്സ്ട്രാ അലവൻസുകൾ എന്തൊക്കെയാണ്, പിന്നെ അതുപോലെ വെഹിക്കിൾ അലവൻസ്, പിന്നെ അതുപോലെ തന്നെയുള്ള നമ്മളുടെ അക്കോമഡേഷൻ ഫെസിലിറ്റീസ്, ഇതെല്ലാം നമ്മൾ എന്തിൽ പറയുന്നുണ്ട്, സെക്കൻഡ് ഷെഡ്യൂളിൽ പറയുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വൺ എന്താണ്, തേർഡ് ഷെഡ്യൂൾ. തേർഡ് ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫൈൻഡ്സ് ഓൾ ഫോംസ് ഓഫ് ഓത്ത് ഫോർ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ്. നമുക്കറിയാം, നമ്മൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് ഓരോ ആൾക്കാർ, നമ്മളുടെ MLA, MPs, അതുപോലെ തന്നെ ഓരോ പൊസിഷൻ, പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, മിനിസ്റ്റേഴ്സ്, ഇങ്ങനെയുള്ള പൊസിഷനിൽ വരുമ്പോൾ അവർക്കുള്ള ഓത്ത് എന്ന് പറഞ്ഞാൽ എന്താ, പ്രതിജ്ഞ. ഈ പ്രതിജ്ഞയാണ് നമ്മൾ എന്തിൽ പറയുന്നത്, കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ ഷെഡ്യൂൾ 3 പറയുന്നത്. ദ ഓത്ത് ഓഫ് പ്രസിഡന്റ്, ഗവർണർ ആൻഡ് വൈസ് പ്രസിഡന്റ് ആർ മെൻഷൻഡ് ഇൻ ദ തേർഡ് ഷെഡ്യൂൾ. അത് ചോദിക്കാറുണ്ട്. തേർഡ് ഷെഡ്യൂളിൽ ബാക്കി എല്ലാവരുടെയും പറയും, ആരുടെ 3 പേരുടെ പറയുന്നില്ല, പ്രസിഡന്റ്, ഒന്നാമത്തെ ആള് പ്രസിഡന്റ്, രണ്ടാമത്തെ ആള് ഗവർണേഴ്സ്, മൂന്നാമത്തെ ആള് വൈസ് പ്രസിഡന്റ്. ഇവരുടെ 3 പേരുടെയും കാര്യങ്ങൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നില്ല. ബാക്കിയുള്ള എല്ലാവരുടെയും ഓത്തിനെ സംബന്ധിച്ച്, അതായത് പ്രതിജ്ഞയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം തേർഡ് ഷെഡ്യൂളിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. The third schedule has various types of oath, affirmations of union ministers, state ministers, C&AG, parliament election candidates, members of parliament, state legislature, election candidate, state legislation members, judges of Supreme Court and judges of High Court. അപ്പോൾ ഹൈക്കോർട്ട് ജഡ്ജസ്, സുപ്രീം കോർട്ട് ജഡ്ജസ്, പിന്നെ അതുപോലെ തന്നെ C&AG, പാർലമെന്റ് ഇലക്ഷൻ കാൻഡിഡേറ്റ്സ്, ഇവരുടെ യൂണിയൻ മിനിസ്റ്റേഴ്സ്, ഇവരുടെ എല്ലാം ഓത്തുകൾ നമ്മൾ എവിടെയാ പറയുന്നത്, തേർഡ് ഷെഡ്യൂളിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ തേർഡ് ഷെഡ്യൂൾ എന്തിനെ ഡീൽ ചെയ്യുന്നതാണ്, ഓത്തിനെ ഡീൽ ചെയ്യുന്നതാണ്. അപ്പൊ ഫസ്റ്റ് എന്തായിരുന്നു, സ്റ്റേറ്റ്സ് ആൻഡ് ടെറിട്ടറീസ്, സെക്കൻഡ് സാലറി ഇമോൾമെന്റ്സ്, തേർഡ് ഓത്ത്. ഈ നെക്സ്റ്റ് വൺ ഫോർത്ത് ഷെഡ്യൂൾ.
The Schedule 4 of Indian Constitution deals with the seat allocation of Rajya Sabha. The Rajya Sabha is indirectly elected in the state by proportional representation. രാജ്യസഭയിലേക്ക് നമ്മൾ ഡയറക്റ്റ് ഇലക്ഷൻ ആണോ നടക്കുന്നത്? അല്ല, ഡയറക്റ്റ് ഇലക്ഷൻ എപ്പോഴും ഏത് സഭയിലേക്ക് നടക്കുകയുള്ളൂ? ലോകസഭയിലേക്ക് മാത്രമേ ഡയറക്റ്റ് ഇലക്ഷൻ നടക്കുകയുള്ളൂ. രാജ്യസഭയിലേക്ക് എന്ത് ഇലക്ഷനാണ് നടക്കുന്നത്? പ്രൊപ്പോർഷണൽ ആയിട്ട് ലോകസഭയിൽ നിന്നുള്ള ആൾക്കാരെയാണ് രാജ്യസഭയിലേക്ക് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അവർക്കുള്ള സീറ്റ് അലോക്കേഷൻ ആണ് എന്തിൽ പറയുന്നത്? ഷെഡ്യൂൾ 4 പറയുന്നത്. The number of members in Rajya Sabha will be directly proportional to the population in the state. അപ്പൊ ഈ രാജ്യസഭയുടെ സീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റിലെ പോപ്പുലേഷൻ വെച്ച് പ്രൊപ്പോർഷണൽ ആയിരിക്കും. സ്റ്റേറ്റിന്റെ പോപ്പുലേഷൻ കൂടുമ്പോൾ രാജ്യസഭയിലെ സീറ്റും കൂടും. പ്രൊപ്പോർഷൻ കുറയുമ്പോൾ രാജ്യസഭയുടെ സീറ്റ് കുറയും. It defines the absolute number of members that the state sent to Rajya Sabha. Rajya Sabha has a total strength of 250 members. രാജ്യസഭയിൽ എത്രയുണ്ട് ടോട്ടൽ സ്ട്രെങ്ത്? 250 മെമ്പേഴ്സ് ആണ് രാജ്യസഭയിൽ ഉള്ളത്. ഒരു പെർമനന്റ് ഇതല്ലേ രാജ്യസഭ, പെർമനന്റ് സഭയാണ് രാജ്യസഭ. ഔട്ട് ഓഫ് വിച്ച് 12 ആർ ചൂസൺ ബൈ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആൻഡ് റെസ്റ്റ് 238 റെപ്രസെന്റ് സ്റ്റേറ്റ്. അതിൽ എത്ര പേരാണ്? 12 പേരെയാണ് പ്രസിഡന്റ് എലക്ട് ചെയ്യുന്നത്. പ്രസിഡന്റ് എലക്ട് ചെയ്യുന്ന എത്ര പേരെയാണ്? 12 പേരെയാണ്. അതിൽ നിന്നും ബാക്കി റെസ്റ്റ് 238 പേരെ ആരാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? റെപ്രസെന്റ് സ്റ്റേറ്റ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ 12 എംപിമാരെയാണ് ആര്? മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ്. 12 എംപിമാരെയാണ് ആർക്ക് ചൂസ് ചെയ്യാനുള്ള അധികാരം? പ്രസിഡന്റിനെ ചൂസ് ചെയ്യാനുള്ള അധികാരം. ബാക്കി 250 നിന്ന് 12 പോയി 238 പേര് ഓരോ സ്റ്റേറ്റ്സിനെ റെപ്രസെന്റ് ചെയ്ത് വരുന്നതാണ്. ഓക്കെ അല്ലേ? കറന്റ് രാജ്യസഭ ഹാസ് 245 മെമ്പേഴ്സ്. ഇപ്പൊ രാജ്യസഭയിൽ എത്രയുണ്ട്? ടോട്ടൽ 250 ആയിരുന്നു. ഇപ്പൊ രാജ്യസഭയിൽ 245 മെമ്പേഴ്സേ ഉള്ളൂ. അതിൽ 233 ആണ് എന്ത്? റെപ്രസെന്റ് സ്റ്റേറ്റ് ആൻഡ് 12 അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ്. 12 പേരെ പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്തു, 233 പേരെ സ്റ്റേറ്റ് അപ്പോയിന്റ് ചെയ്തു. ടോട്ടൽ 245 സീറ്റ്സ് ആണ് അതിനകത്തുള്ളത്. ഇപ്പൊ കറന്റ്ലി പറഞ്ഞേക്കുന്നതാണ് ഈ സ്റ്റാറ്റസ്. ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 250 മെമ്പേഴ്സ് ആണ് അതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാനുള്ള ടോട്ടൽ സ്ട്രെങ്ത്. നെക്സ്റ്റ് വൺ നോക്കിയേ, 5th ഷെഡ്യൂൾ. എന്താണ് 5th ഷെഡ്യൂൾ ഡീൽ ചെയ്യുന്നത്? ഷെഡ്യൂൾ 5 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ടോക്സ് അബൌട്ട് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഷെഡ്യൂൾഡ് ഏരിയാസ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. ഷെഡ്യൂൾഡ് ഏരിയാസ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതാണ് എന്ത്? നമ്മുടെ ഷെഡ്യൂൾ 5 എന്ന് പറയുന്നത്. ആൻഡ് ഓൾ ഏരിയാസ് ഓഫ് സ്പെഷ്യൽ അറ്റൻഷൻ, അതായത് സ്പെഷ്യൽ അറ്റൻഷൻ കിട്ടേണ്ട എന്തെങ്കിലും ഏരിയാസ് ഉണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങളും എന്താണ് പറയുന്നത്? ഷെഡ്യൂൾ 5 പറയുന്നത്. ദിസ് എക്സ്ക്ലൂഡ്സ് ആസാം, മിസോറാം, മേഘാലയ ആൻഡ് ത്രിപുര. ഈ 4 സ്റ്റേറ്റ്സിനെ എന്തിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്? 5th ഷെഡ്യൂളിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഈ എക്സ്ക്ലൂഡ് ചെയ്തപ്പെട്ടത് ഏതൊക്കെയാണ്? ആസാം, മിസോറാം, മേഘാലയ ആൻഡ് ത്രിപുര ഇതിനകത്ത് നിന്ന് എക്സ്ക്ലൂഡ് ചെയ്ത കേസുകളാണ്. സെവറൽ ഇൻഡിജീനിയസ് ട്രൈബ്സ് ആർ ഷെഡ്യൂൾഡ് ആൻഡ് ഐഡന്റിഫൈഡ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർ സോഷ്യോ എക്കണോമിക്കലി ബാക്ക്വേർഡ്. കുറച്ച് സ്ഥലങ്ങളെ, സ്റ്റേറ്റ്സിനെയൊക്കെ നമ്മൾ എക്കണോമിക്കലി ബാക്ക്വേർഡ് എന്ന് പറഞ്ഞ് തരം താത്തിയിട്ടുണ്ട്. അപ്പൊ അതിനെ നമ്മൾ എവിടെയാണ് ആഡ് ചെയ്തേക്കുന്നത്? 5th ഷെഡ്യൂളിലാണ് ആഡ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ 5th ഷെഡ്യൂളിൽ ഇങ്ങനെ കൊടുത്തേക്കുന്നത്? അവരുടെ കുറച്ച് കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് അവർക്ക് എന്തെങ്കിലും ഡെവലപ്മെന്റ്സ് ആവശ്യമുണ്ടോ, അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വേണമെങ്കിൽ കുറച്ചും കൂടി സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കേണ്ട ആൾക്കാരെയാണ് നമ്മൾ ഷെഡ്യൂൾ 5 എന്ത് ചെയ്തേക്കുന്നത്? ആഡ് ചെയ്തേക്കുന്നത്. ഇനി വാട്ട് ഈസ് നെക്സ്റ്റ്? 6th ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. 6th ഷെഡ്യൂളിനകത്ത് ഷെഡ്യൂൾ 6 ഡീൽസ് വിത്ത് ആസാം, മിസോറാം, ത്രിപുര ആൻഡ് മേഘാലയ സ്റ്റേറ്റ്സ്. നമ്മൾ നേരത്തെ എക്സ്ക്ലൂഡ് ചെയ്തപ്പെട്ട ആൾക്കാരെ എവിടെയാണ് ആഡ് ചെയ്തേക്കുന്നത്? നമ്മളുടെ 6th ഷെഡ്യൂളിലാണ് ആസാം, മിസോറാം, ത്രിപുര ആൻഡ് മേഘാലയ. The administration people living in above mentioned 4 states is administrated under 6th schedule. 6th ഷെഡ്യൂളിലാണ് ഈ മുകളിൽ കാണുന്ന 4 പേരെയും ആഡ് ചെയ്തേക്കുന്നത്. ആസാം, മിസോറാം, ത്രിപുര ആൻഡ് മേഘാലയ ഗ്രാൻഡഡ് ഓട്ടോണോമസ് ഡിസ്ട്രിക്ട് കൗൺസിൽ അണ്ടർ ദ 6th schedule ടു പ്രൊട്ടക്ട് റൈറ്റ്സ് ഓഫ് ട്രൈബൽ പീപ്പിൾ. അവിടെ ട്രൈബൽ പീപ്പിൾ കൂടുതലാണ്. അപ്പൊ അവരുടെ കാര്യങ്ങൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 6th ഷെഡ്യൂളിൽ ഇവരെ ആഡ് ചെയ്തേക്കുന്നത്. In Constitution of India, Article 224 of 2 and 275 of 1 contain this provision. അപ്പൊ ആർട്ടിക്കിൾ ഏതിലാണ് പറഞ്ഞേക്കുന്നത്? 224 of 2ലും 275 of 1ലുമാണ് ഈ ട്രൈബൽ പീപ്പിൾ, ഈ ആസാം, മിസോറാം, മേഘാലയയിലേക്കുള്ള ട്രൈബൽ പീപ്പിളിനെ പറ്റി പറയുന്നത്. അവരുടെ അഡീഷണൽ ഇൻഫർമേഷൻസ്, അവർക്ക് വേണ്ട ബാക്കിയുള്ള ബെനിഫിറ്റ്സ് എല്ലാം പെടുത്തിയിരിക്കുന്നത് ഈ 6th ഷെഡ്യൂളിലാണ്. അപ്പൊ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കുറേ ആർട്ടിക്കിൾസ് ഉണ്ട്. അറൌണ്ട് ഒരു 400 ആർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ ഈ 400 ആർട്ടിക്കിൾസിലും ജസ്റ്റ് ആ 1 വേർഡ് മാത്രമേ അതിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. അതിന്റെ ബാക്കിയുള്ള അഡീഷണൽ ഇൻഫർമേഷൻസ് ഒക്കെ ഈ ഷെഡ്യൂളിലാണ് പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ് 7th ഷെഡ്യൂൾ. 7th ഷെഡ്യൂൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫൗണ്ടേഷൻ ഇസ് ഫെഡറലിസം. നമ്മുടെ ഓരോ ലിസ്റ്റുകൾ എന്തൊക്കെയാണ്? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഈ 3 ലിസ്റ്റിനെ പറ്റിയാണ് നമ്മളുടെ 7th ഷെഡ്യൂളിൽ പറഞ്ഞേക്കുന്നത്. യൂണിയൻ ലിസ്റ്റിനകത്ത് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്? ദ യൂണിയൻ ലെജിസ്ലേച്ചർ മേക്ക് ദ ലോ ഓൺ സബ്ജക്ട് മാറ്റേഴ്സ് ഓഫ് യൂണിയൻ ആൻഡ് കൺകറന്റ് ലിസ്റ്റ്. സ്റ്റേറ്റ് ലിസ്റ്റിലോ
The state legislature can make the laws on state and concurrent list. Concurrent is common to both union and state legislature. അപ്പോൾ യൂണിയൻ ലെജിസ്ലേച്ചറിനെ പറ്റിയാണ് യൂണിയൻ ലിസ്റ്റിൽ പറഞ്ഞേക്കുന്നത്. സ്റ്റേറ്റിലുള്ള അഡ്മിനിസ്ട്രേഷൻ ആണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ പറഞ്ഞേക്കുന്നത്. കൺകറന്റ് ലിസ്റ്റിനകത്ത് ബോത്ത് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് രണ്ടിലെയും പറ്റിയും എവിടെ പറഞ്ഞിട്ടുണ്ട്? കൺകറന്റ് ലിസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്തൊരു 3 ലിസ്റ്റിനെ പറ്റി ഒരു ഓവർവ്യൂ ആണ് കൊടുത്തേക്കുന്നത്. എന്തൊക്കെയാണ് യൂണിയൻ ലിസ്റ്റിനകത്ത് വരുന്നത്, എന്തൊക്കെയാണ് കൺകറന്റ് ലിസ്റ്റിനകത്ത് വരുന്നത്, എന്തൊക്കെയാണ് നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റിനകത്ത് വരുന്നതെന്ന്. യൂണിയൻ ലിസ്റ്റിനകത്ത് ഡിഫൻസ്, ബാങ്കിങ്, കറൻസി, ഫോറിൻ അഫയേഴ്സ്, കമ്മ്യൂണിക്കേഷൻ ഇതെല്ലാം സെൻട്രൽ യൂണിയൻ ലിസ്റ്റിൽ വരുന്നു. കൺകറന്റ് ലിസ്റ്റിനകത്ത് എഡ്യൂക്കേഷൻ, ട്രേഡ്, മാരേജ്, അഡോപ്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ കൺകറന്റ് ലിസ്റ്റിൽ വരുന്നു. സ്റ്റേറ്റ് ലിസ്റ്റിനകത്ത് പോലീസ്, ട്രേഡ്, അഗ്രികൾച്ചർ, ഇറിഗേഷൻ ഒക്കെ നമ്മളുടെ സ്റ്റേറ്റ് ലിസ്റ്റിനകത്തും വരുന്നു. ഇത് രണ്ടിന്റെയും കൂടെ, ഇത് സെൻട്രൽ ലിസ്റ്റ് അല്ലെങ്കിൽ യൂണിയൻ ലിസ്റ്റ്, ഇത് സ്റ്റേറ്റ് ലിസ്റ്റ്, രണ്ടിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ് എന്ത് ഈ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പം ഈ ഷെഡ്യൂൾ 7-നകത്ത് 3 ലിസ്റ്റുകളെ പറ്റിയാണ് പറയുന്നത്. സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ്. നെക്സ്റ്റ് വൺ 8th ഷെഡ്യൂൾ ആണ്. ഷെഡ്യൂൾ 8 ഡീൽസ് വിത്ത് ദ ലാംഗ്വേജ് റെക്കഗ്നൈസ്ഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ ലാംഗ്വേജിനെ പറ്റി പറയുന്നതാണ് 8th ലിസ്റ്റ് എന്ന് പറയുന്നത്. It is also covered in part of Schedule 18 Article 343. Article 343 നമ്മൾ ലാംഗ്വേജിനെ പറ്റി പറയുന്നുണ്ട്. There are 22, ഇത് ചോദിക്കാറുണ്ട്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. 22 ഒഫീഷ്യൽ ലാംഗ്വേജസ് ഒബ്സർവ്ഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. 22 ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് നമുക്ക് ഉള്ളത്. അത് ഏതൊക്കെയാണ്? ആസാമി, ബംഗാളി, ഗുജറാത്തി, ഹിന്ദി, കന്നഡ, കാശ്മീരി, കൊങ്കണി, മലയാളം, മണിപ്പൂരി, മറാത്തി, നേപ്പാളി, ഒറിയ, പഞ്ചാബി, സാൻസ്ക്രിറ്റ്, സിന്ധ്, തമിഴ്, തെലുങ്ക്, ഉറുദു, ബോഡോ, സന്താലി, മൈഥിലി, ഡോഗ്രി ഇതൊക്കെയാണ് ഒഫീഷ്യൽ ലാംഗ്വേജസ്. അതിൽ ഈ സന്താലി, മൈഥിലി, ബോഡോ ഒക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. ഇതൊക്കെയാണ് 22 ഒഫീഷ്യൽ ലാംഗ്വേജസ്. ഇനി there were only 14 languages earlier. ആദ്യം ഏതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? 14 ലാംഗ്വേജേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്നാണ് ഇപ്പൊ 22 ലാംഗ്വേജസ് ആയിട്ട് ആഡ് ചെയ്തത്. ബാക്കി ലാംഗ്വേജ് ആഡ് ചെയ്തു. But the Sindhi language was added after 21st Amendment in 1969. 1967-ലാണ് ഈ സിന്ധി ലാംഗ്വേജ് ആഡ് ചെയ്തത്. With the 71st Amendment, 71ാമത്തെ, അത് 21ാമത്തെ അമെന്റ്മെന്റിലാണ് സിന്ധി ആഡ് ചെയ്തത്. 71ാമത്തെ അമെന്റ്മെന്റിലാണ് ഈ കൊങ്കണി, നേപ്പാളി, മണിപ്പൂരി ഒക്കെ ആഡ് ചെയ്തത്. വിത്ത് 92nd Amendment, 92ാമത്തെ അമെന്റ്മെന്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ആഡ് ചെയ്യുക അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യുക. 92ാമത്തെ അമെന്റ്മെന്റിലാണ് ബോഡോ, ഡോഗ്രി, സന്താലി, മൈഥിലി ഇവർ ആഡ്. അത് എന്നാണ് ആഡ് ചെയ്തത്? 2004-ലാണ് ആ ലാംഗ്വേജസ് ഒക്കെ ആഡ് ചെയ്തത്. ഇനി 9th ഷെഡ്യൂൾ ഓഫ് Indian Constitution. The 9th schedule of Indian Constitution deals with the land reforms and regulations. 9th ഷെഡ്യൂളിനകത്ത് എന്താ പറഞ്ഞേക്കുന്നത്? ലാൻഡ് റിഫോംസ്, പിന്നെ അതിന്റെ റെഗുലേഷൻസ്. ഒരാൾക്ക് ഇത്ര ലാൻഡേ പൊസസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ ഉള്ള കണ്ടീഷൻ വന്നത് 9th ഷെഡ്യൂളിലാണ്. The central focus of 9th schedule is to dismantle Samindari system and implement land reforms and regulations. Samindari system ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സുകളിൽ പഠിച്ചതായിരുന്നു. സാമിന്ദാരി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇത്ര ആൾക്ക് ഇത്ര ലാൻഡേ പെർസസ് ചെയ്യാൻ പറ്റുള്ളൂ, ആർക്കാണ് അതിന് അധികാരം, ആർക്കാണ് അത് ടാക്സ് കളക്ട് ചെയ്യാനുള്ള അധികാരം എന്നൊക്കെ ഉള്ളതാണ് സാമിന്ദാരി സിസ്റ്റത്തിൽ പറയുന്നത്. Furthermore, the act also includes the regulation and act of parliament. എന്തൊക്കെ റെഗുലേഷൻസ് ആണ്, എന്തൊക്കെ ആക്ട്സ് ആണ് ഇതിനകത്തുള്ളത് എന്നൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. ഇനി it is intended to safeguard legislation covered the First Amendment Act from judicial scrutiny based on infringement of the fundamental rights. ഇതൊരു ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഷെഡ്യൂൾ ആണ്. എന്ത്? ഷെഡ്യൂൾ 9 എന്ന് പറയുന്നത്. അപ്പൊ 9th ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ലാൻഡ് റിഫോംസ് ആൻഡ് റെഗുലേഷൻസ്. ഇനി 10th ഷെഡ്യൂൾ എന്താണ്? In 1985, the 52nd Constitutional Amendment. അത് ചോദിക്കാറുണ്ട്. 10th ഷെഡ്യൂൾ ഏത് അമെന്റ്മെന്റ് ആണ്? 1985-ലെ 52nd Constitutional Amendment വഴിയാണ് ഈ 10th ഷെഡ്യൂളില് കാര്യങ്ങൾ വന്നേക്കുന്നത്. Was introduced anti defection law. ഇമ്പോർട്ടന്റ് ആണ്. ആന്റി ഡിഫെക്ഷൻ ലോ ആണ് നമ്മളുടെ 10th ഷെഡ്യൂളിൽ വരുന്നത്. Prevent the dissidents from switching parties instead of gains the parliamentary or state legislature election which led the introduction of 10th ഷെഡ്യൂൾ. എന്താണ് ആന്റി ഡിഫെക്ഷൻ? കൂറുമാറ്റം. അതായത് ഒരാൾ ഒരു പാർട്ടിയിൽ നിന്നും ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേറൊരു പാർട്ടിയിലേക്ക് മാറാൻ പറ്റില്ല. അങ്ങനെ മാറുവാണെങ്കിൽ അവർക്ക് ഈ ഷെഡ്യൂൾ 10 അനുസരിച്ച് അവർക്കെതിരെ കേസ് എടുക്കാം. അതാണ് ആന്റി ഡിഫെക്ഷൻ ലോ എന്ന് പറയുന്നത്. കൂറുമാറ്റ നിയമപ്രകാരം നമുക്ക് ഒരു പാർട്ടിയിൽ നിന്നും ജയിച്ചു കഴിഞ്ഞാൽ ആ പാർട്ടിയിൽ തന്നെ നിലകൊള്ളണം. പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്ത പാർട്ടിയിലേക്ക് ഇങ്ങനെ മാറി മാറി പോകാനായിട്ട് സാധിക്കില്ല. അതിനെയാണ് നമ്മൾ 10th ഷെഡ്യൂളിൽ പറഞ്ഞേക്കുന്നത്. അതാണ് ആന്റി ഡിഫെക്ഷൻ ലോ. ആ ടേം ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ഷെഡ്യൂൾ 11th ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്.
11th ഷെഡ്യൂൾ ഡീൽസ് വിത്ത് റൂറൽ സെൽഫ്, റൂറൽ ലോക്കൽ ഗവൺമെന്റ് ആൻഡ് പഞ്ചായത്തി രാജ്. അപ്പൊ പഞ്ചായത്തി രാജ് എന്നുള്ള ടേം ആണ് ഇമ്പോർട്ടന്റ്. പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പഞ്ചായത്തി രാജ് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. എന്താണ് ഈ പഞ്ചായത്തി രാജ്? ജസ്റ്റ് ബ്രീഫായിട്ട് നമുക്കൊന്ന് പറയാം. പഞ്ചായത്ത് അതായത് നമ്മളുടെ സ്റ്റേറ്റ്സിനെ കുറേ ഡിസ്ട്രിക്ട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡിസ്ട്രിക്ട്സിനെ കുറെ വില്ലേജ് ആയിട്ട്, കുറച്ച് പഞ്ചായത്തായിട്ടൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? കുറച്ച് അഡ്മിനിസ്ട്രേഷൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരാൾ മാത്രം എല്ലാ സ്റ്റേറ്റും കൺട്രോൾ ചെയ്യാൻ പറ്റിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിസ്ട്രിക്റ്റ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് ഉണ്ട്, വില്ലേജ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി വില്ലേജ് ഓഫീസേഴ്സ് ഉണ്ട്, പഞ്ചായത്ത് സെക്രട്ടറീസ് ഉണ്ട്. അങ്ങനെ ഓരോ ആൾക്കാരിലേക്കും കുറെ ഭാഗങ്ങൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ട് അത് അഡ്മിനിസ്ട്രേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പഞ്ചായത്ത് രാജ് സിസ്റ്റം കൊണ്ടുവന്നത്. The schedule was added to 73rd Amendment Act of 1992. ചോദിക്കാറുണ്ട് ഏത് അമെന്റ്മെന്റിലാണ് ഈ 11th ഷെഡ്യൂൾ വന്നത്? 1992 73rd അമെന്റ്മെന്റിലാണ് നമ്മളുടെ ഈ ഷെഡ്യൂൾസ് വന്നത്. അമെന്റ്മെന്റ്സ് എന്നുള്ള സെക്ഷനിൽ നമുക്ക് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ ജസ്റ്റ് നമുക്ക് ഇത്രയും മാത്രം ഓർത്തിരുന്നാൽ മതി. 73rd Amendment Act of 1992. For panchayats to perform local government function, the state legislature must enact law that provide them with powers and authorities. പവേഴ്സും അതോറിറ്റീസും എല്ലാം പഞ്ചായത്തിലേക്ക്, അതായത് ലോക്കൽ സെൽഫ് ഗവൺമെന്റിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ. അതായത് ഒരു ഹൈ പവറിലേക്ക്, ഒരു ഹൈ ലെവലിൽ ഇരിക്കുമ്പോൾ നമുക്ക് അതിന്റെ അഡ്മിനിസ്ട്രേഷൻസ് ഒക്കെ പോസിബിൾ ആയിരിക്കില്ല. അപ്പൊ കുറെ സബ് ഡിവിഷൻസ് ആയിട്ട് കുറെ ലോക്കൽ ലീഡേഴ്സിനെ കൊടുത്താൽ അവർക്ക് അഡ്മിനിസ്ട്രേഷൻ കൂടുതൽ ഈസി ആയിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ ഈ 11th ഷെഡ്യൂള് പറഞ്ഞേക്കുന്നത്. ഇനി നെക്സ്റ്റ് വൺ 12th ഷെഡ്യൂൾ. നമ്മൾ എത്ര ഷെഡ്യൂൾ ഉണ്ടെന്നാണ് പറഞ്ഞത്? 12 ഷെഡ്യൂൾസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ലാസ്റ്റ് ഷെഡ്യൂൾ ആണ് ഷെഡ്യൂൾ 12. The Schedule 12 of Indian Constitution is related to the functions of municipalities. മുനിസിപ്പാലിറ്റീസിന്റെ ഫംഗ്ഷൻ നമ്മൾ നേരത്തെ 11th ഷെഡ്യൂളിൽ പഞ്ചായത്തി രാജിന്റെ ഫംഗ്ഷൻ ആണ്. ഇവിടെ എന്താണ്? കുറച്ചുകൂടെ ഹൈ ലെവൽ, കുറെ പഞ്ചായത്ത് കൂടുന്നതാണ് മുനിസിപ്പാലിറ്റി. മുനിസിപ്പാലിറ്റീസിന്റെ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഗവൺമെന്റ് മുനിസിപ്പാലിറ്റീസ് ആർ റിക്വയർഡ് ടു അബൈഡ് ബൈ പ്രൊവിഷൻ ഓഫ് ഷെഡ്യൂൾ 12. The Schedule 12 was added by 74th Amendment Act of 1992. നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ 73rd Amendment Act of 1992 ആണ് 11th ഷെഡ്യൂൾ പറഞ്ഞത്. ജസ്റ്റ് ഒരെണ്ണം കൂടെ കൂട്ടി 74th Amendment Act of 1992 ആണ് എന്തില്? നമ്മളുടെ 12th ഷെഡ്യൂളിൽ പറയുന്നത്. The powers and responsibilities of municipality are defined in Article 247, which would define its role as self-governing institutions. അപ്പൊ നമ്മളുടെ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മുനിസിപ്പാലിറ്റീസിനെയാണ് ഈ 12th ഷെഡ്യൂളിൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? 12 ഷെഡ്യൂളിനെ കുറിച്ച് പറഞ്ഞു. ഒറിജിനലി എത്ര ഷെഡ്യൂൾസ് ഉണ്ടായിരുന്നു? 8 ഷെഡ്യൂൾസേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഓരോ ഷെഡ്യൂൾസും ഏത് അമെന്റ്മെന്റ് ആക്ട് പ്രകാരമാണ് വന്നതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ എന്താണ് ഷെഡ്യൂളിന്റെ ഇമ്പോർട്ടൻസ്, ഷെഡ്യൂൾസ് എന്തിനു വേണ്ടിയിട്ടാണ്? ഓരോ ഷെഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്യുമ്പം ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഭയങ്കര ലെങ്തിയർ ആയിട്ടുണ്ട്, നമുക്ക് ക്ലിയർ കട്ട് ആയിട്ട് ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഷെഡ്യൂൾ വൈസ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസിയർ ആയിരിക്കും എന്താണ് അണ്ടർസ്റ്റാൻഡ് ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ക്രോണോളജിക്കൽ ഓർഡറിലാണ് ഷെഡ്യൂൾസ് കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ എന്താണ്? ഈസിയർ ആയി, അതായത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഷെഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തതെന്ന് പറഞ്ഞു. With this we conclude this session. Thank you. Keep watching once.